Hello, welcome to part 3 of Relief Art Painting. So previous വീഡിയോയിൽ നമ്മൾ മോൾഡിറ്റ് വെച്ചിട്ടും പിന്നെ മാർബിൾ പൗഡർ വെച്ചുണ്ടാക്കി കോൺ കൊണ്ടും ഉണ്ടാക്കുന്ന ബേസിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു. ഇപ്പം ഞാൻ ആ ബേസിന് റിലീഫ് ആർട്ട് ചെയ്യുന്ന ആ ബേസിന് ഞാൻ വൈറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തു. സോ ദാറ്റ് നമ്മുടെ കളേഴ്സ് എല്ലാം കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി പെയിൻറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഈ നമ്മുടെ ലോട്ടസിൻ്റെ പെറ്റൽസിന് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന പിങ്ക് കളർ വെച്ചിട്ടാണ് ബേസ് കൊടുക്കുന്നത്. അത് നമുക്ക് പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഫെവിക്രിലിൻ്റെ പേസ്റ്റൽ കളർ സെറ്റ് കിട്ടും, അതിലുള്ള ഷെയ്ഡാണത്. സോ ഞാൻ ഈ പെറ്റൽസിലെല്ലാം അത് കൊടുക്കുകയാണ്. ചിലപ്പം നമുക്കൊരു 2 കോട്ട്സ് കൊടുക്കേണ്ടി വരും, കാരണം ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. സോ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടിയിലത്തെ ബേസിൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടി പൊന്തി നിൽക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഷെയ്ഡും കൂടിയും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഷെയ്ഡാണ് ലീഫും സ്റ്റെമ്മിനുമെല്ലാം കൊടുക്കുന്നത്. ഈ ലൈറ്റ് ഷെയ്ഡ്സ് ഞാൻ ഉള്ളിൽ കൊടുത്തിട്ട് കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ ആ ബോർഡേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കും. സോ ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് പെറ്റൽസും ലീഫിൻ്റെ പോർഷനും എല്ലാം നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ലോട്ടസിൻ്റെ പെറ്റൽസിൻ്റെ ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്യാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് മെജന്ത ഷെയ്ഡാണ്. കുറച്ചും കൂടിയും ഡാർക്കർ ഷെയ്ഡ് ഓഫ് പിങ്ക് ആയിട്ട് വരും. സോ ഹൈലൈറ്റ് ചെയ്തത് ഔട്ട്ലൈൻ നല്ല രസമായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ പെറ്റൽസിൻ്റെ ബോർഡറും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ വെയിൻസ് കൊടുത്തിട്ടുണ്ട്, പെറ്റൽ ഹൈലൈറ്റ്സ്. അപ്പോൾ ആ പോർഷനും അതൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കോൺ വെച്ചിട്ട് ചെയ്തുകൊണ്ട് അതൊക്കെ ഒരു റേസ്ഡ് എഫക്റ്റിലാണ് നിൽക്കുന്നത്. സോ ഞാനതെല്ലാം ഔട്ട്ലൈൻ മാതിരി കൊടുത്തിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും നമ്മളൊരു ഇമേജ് വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്ലൈനിങ് നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പോൾ അതാണ് ആ ഇമേജിനെ എടുത്തു നിൽക്കാനും അതിൻ്റെ ഒരു ഭംഗി കിട്ടാനും അതാണ് ഈ ഔട്ട്ലൈനിങ് ആണ് ഹെൽപ്പ് ചെയ്യുക. സോ ഞാനിവിടെ ലോട്ടസിൻ്റെ പെറ്റൽസും ഹൈലൈറ്റ് ചെയ്യാണ്. ദെൻ അത് കഴിഞ്ഞാൽ ഞാൻ ആ ലീഫിൻ്റെയും കൂടി ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ഈ വർക്കിൽ ഔട്ട്ലൈൻ ചെയ്യുന്നത് കുറച്ച് തിക്കറായിരിക്കും, കാരണം നമ്മൾ കോൺ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് തിക്കർ ബേസിലായിരിക്കും വരിക. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് തിക്കായിട്ടായിരിക്കും നിൽക്കുക. പിന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ സൈഡിലേക്കുള്ള പോർഷനിലൊക്കെ നന്നായിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ വൈറ്റ് കോണിൻ്റെ ആ വൈറ്റ് ഷെയ്ഡ് പുറത്തേക്ക് നിൽക്കും. സോ അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഡാർക്കർ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടാണ് സ്റ്റെമ്മും ബഡിൻ്റെയൊക്കെ ലീഫിൻ്റെ എല്ലാം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നതും ഉള്ളിലത്തെ ലീഫിൻ്റെ വെയിൻസും കളർ വെച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. ഈ വർക്കിൽ എനിക്കിനി ബാക്കി ചെയ്യാനുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഷെയ്ഡിങ്ങും ആൻഡ് സൈഡ്സിൽ ജെറോക്കയുടെ ഔട്ടർ സൈഡ്സിലുള്ള കളറിങ്ങും ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.